നമസ്കാരം. വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും ഇഡി എത്തി. മുൻകൂർ ജാമ്യം തേടി പിണറായി സുപ്രീം കോടതിയിലേക്ക്. അണിയറയിൽ സുപ്രീം കോടതി അഭിഭാഷകരുമായിട്ട് പിണറായിയുടെ ചർച്ചകൾ സജീവമാവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മുൻകൂർ ജാമ്യം തേടി അച്ഛൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന അപൂർവമായ കാഴ്ചയിലേക്ക്. പഴുതടച്ചുള്ള തെളിവ് ശേഖരണവുമായിട്ട് കേന്ദ്ര ഏജൻസികൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നു. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ചുറ്റിപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ നടക്കുന്നത് നിർണായകവും അതിവേഗത്തിലുള്ളതുമായിട്ടുള്ള നീക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരമ്പര റെയ്ഡുകളിൽ പിടിച്ചെടുത്ത 200-ലധികം രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും വിശകലനം ഇഡി ഉദ്യോഗസ്ഥർ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയാണ്. ഏത് നിമിഷവും വീണയ്ക്ക് അടുത്ത ചോദ്യം ചെയ്യലിനുള്ള സമൻസ് നൽകുമെന്നാണ് ഇഡി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. കേസ് കേവലം ഒരു ചോദ്യം ചെയ്യൽ ഒതുക്കാതെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന ശക്തമായിട്ടുള്ള വാദത്തിലേക്കാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്കിടയിൽ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കള്ളപ്പണ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. ഇതിനകം തന്നെ വീണാ വിജയന്റെ 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കഴിഞ്ഞു. മൊത്തം 242 അക്കൗണ്ടുകളിലായിട്ട് 18.36 കോടി രൂപയാണ് ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക സ്രോതസ്സുകളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ വിശകലനം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് ഉന്നയിക്കാവുന്ന പ്രതിരോധവാദങ്ങളുടെ എല്ലാം പഴുതടയ്ക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തുടർ നടപടികൾ കടുക്കുന്നതോടെ വീണാ വിജയൻ മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യത ഇഡി മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കുവാൻ സാധ്യതയുള്ള എല്ലാ സാങ്കേതിക വാദങ്ങളെയും മുൻകൂട്ടി കണ്ട് ശക്തമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി പ്രതിരോധിക്കുവാനാണ് പ്രോസിക്യൂഷൻ വിംഗ് ഒരുങ്ങുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കടുത്ത വകുപ്പുകൾ നിലനിൽക്കുന്നതിനാൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യം തടയാൻ തക്കവണ്ണമുള്ള ഡിജിറ്റൽ തെളിവുകളും അക്കൗണ്ട് വിവരങ്ങളും കുറ്റമറ്റ രീതിയിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുവാനാണ് ഇഡി ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത്. മകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി നീങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ ശക്തമായതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അണിയറയിൽ രാഷ്ട്രീയ നിയമ പ്രതിരോധങ്ങൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ അതിപ്രശസ്തരും മുതിർന്നവരുമായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകരുമായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും നിരന്തരം ചർച്ചകൾ നടത്തുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാനിടയുള്ള ഏത് അടിയന്തര നീക്കത്തെയും നിയമപരമായി എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളാണ് ഈ ചർച്ചകളിൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കുക എന്നതാണ് രാഷ്ട്രീയ അണിയറകളിലെ പ്രാഥമിക ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്ന വാദം കോടതിക്ക് മുന്നിൽ സ്ഥാപിച്ചെടുക്കാനാണ് നിയമവിദഗ്ധർ നൽകിയിരിക്കുന്ന ഉപദേശം. ഇഡി നോട്ടീസ് നൽകുന്ന മുറയ്ക്ക് തന്നെ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ തന്നെ അടിയന്തര ഹർജി നൽകി സംരക്ഷണം ഉറപ്പാക്കുവാനുള്ള നീക്കങ്ങളും സമാന്തരമായി നടക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പദവി മുൻനിർത്തി കേസിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ പ്രതിരോധിക്കുവാനും ഇഡിക്ക് മേൽ കടുത്ത ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ഡൽഹിയിൽ നിന്ന് ഇഡി ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ഇടങ്ങളിലേക്ക് വരെ അങ്ങനെ നീളുന്ന രീതിയിലുള്ള അന്വേഷണത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് അതീവ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ഓരോ നീക്കവും നടത്തുന്നത് എന്നുള്ളതാണ്. കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ യഥാർത്ഥ ഉറവിടം ഉദ്ദേശവുമൊക്കെ നിയമപരമായി ഉറപ്പിക്കുകയാണ് ഇഡി ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അതീവ നിർണായകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഇഡിയുടെ കസ്റ്റഡിയിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് രാഷ്ട്രീയ കേരളത്തെയും CPIM-നെയും അഭൂതപൂർവമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവും സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ലഭ്യമായിട്ടുള്ള മുഴുവൻ നിയമവഴികളും ഉപയോഗിച്ച് ഈ നീക്കത്തെ തടയുവാനാണ് അണിയറയിൽ ശ്രമം നടക്കുന്നത്. മാസപ്പടി വിവാദം കേവല ഒരു രാഷ്ട്രീയ ആരോപണത്തിൽ നിന്ന് ഇഡിയുടെ പഴുതടച്ചുള്ള കുറ്റപത്രത്തിലേക്ക് മാറുന്നത് തടയുക എന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വലിയൊരു പരീക്ഷണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേസിലെ ഡിജിറ്റൽ തെളിവുകളുടെ സാന്നിധ്യം പ്രതിഭാഗത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും പിടിച്ചെടുത്ത ഫോണിലെ സന്ദേശങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നതാണ് എന്ന് ഇഡി കോടതിയിൽ വാദിച്ചാൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ ഇത് മുന്നിൽ കണ്ടാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ പാനലിനെ തന്നെ അവരെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഇഡിയുടെ ഓരോ നീക്കതയും സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ പിണറായി വിജയന്റെ അടുത്ത കേന്ദ്രങ്ങൾ
പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നത് എന്നതാണ്. അപ്പോൾ അങ്ങനെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇ.ഡി. എത്തുന്നത് മണിക്കൂറുകൾക്കകമാണ്. മുൻകൂർ ജാമ്യം തേടി പിണറായി വിജയൻ മകൾക്കായിട്ട് അങ്ങ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും ഈ അറസ്റ്റിനെ ഭയന്നുകൊണ്ടാണ്.